അപ്പോൾ ഇന്ന് ഞങ്ങൾ ചെറിയൊരു ട്രിപ്പ് പോവാം. അങ്ങോട്ടാ? ബാബ്സ് ഓട്ടോമോട്ടീവ് കോലഞ്ചേരിയിലേക്ക് പോവാണ് നമ്മുടെ സ്റ്റാലിനെ കൊണ്ട്. അപ്പോൾ കുറച്ച് പണികളൊക്കെ ഇനിയും തീരാനുണ്ട്. ക്യാബിൻ്റെ ഒക്കെ കുറച്ച് വർക്കുകളുണ്ട്. അപ്പോൾ അത് ബാബ്സ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. നമുക്ക് അങ്ങോട്ട് പോയേക്കാം. എടുത്തു തന്നോ? സീറ്റ് ബെൽറ്റൊക്കെ കേട്ടോ, പുതിയ സീറ്റാ. സീറ്റ് കുറച്ചുകൂടെ ഒന്ന് മുന്നോട്ടാ, അതിൽ കൂടുതൽ മുന്നോട്ട് ഇനി ആകുകയില്ല. ഗിയറിൽ ഒരു ബൂട്ടൂടെ കിട്ടാനുണ്ട്. അതുകൂടെ കിട്ടിക്കഴിഞ്ഞാൽ സൗണ്ട്, അതുകൊണ്ട് വെളിയിൽ നിന്നുള്ള അകത്തുനിന്ന് അടിയിൽ നിന്നുള്ള സൗണ്ട് കയറി വരുന്നുണ്ട്. ബൂട്ട് മോശമായ ഇത് നല്ലല്ലേ? സീറ്റ് നല്ല സീറ്റാ. അന്നാ മറ്റേ സീറ്റ് പഴയ സീറ്റ് ഇരുന്നെടുത്ത് ആണോ? ഏറ്റു തന്നെയല്ലായിരുന്നു ഓടിച്ചത്? അന്ന് എണീറ്റ് തന്നായിരുന്നു. ഇന്ന് പക്ഷേ സുഖമായി. അപ്പൊ നമ്മള് നേരെ ഇനി കൂത്താട്ടോളത്ത് നിന്ന് തിരിഞ്ഞു പോകും കേട്ടോ. കോലഞ്ചേരിക്കാ പോകേണ്ടത്. ഇപ്പൊ അല്ല നല്ലപോലെ ഇരുന്ന് ഓടിക്കുന്നേ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ സുഖമായി, ഓടിക്കാനും സുഖമായി. നല്ല ആനപ്പുറത്തിരിക്കുന്ന പോലല്ലേ? ഇന്ന് പൊക്കത്തിരിക്കുന്ന ലോറിയുടെക്കാളും പൊക്കത്താണ്. സീറ്റ് ഭയങ്കര ഹൈറ്റാ. നമ്മളെ എന്തൊക്കെ പരിപാടികളാ ചെയ്യുന്ന വണ്ടിക്ക്? നമ്മള് ഇപ്രാവശ്യം നമ്മൾ ചെയ്യുന്ന അവിടെ ചെയ്യുന്ന പണി എന്ന് പറഞ്ഞാൽ ശരിക്കും ക്യാബിനകം നല്ലപോലെ നീറ്റാക്കുക. ഇവിടെയൊക്കെ കുറച്ച് തകടൊക്കെ പോയിട്ടുണ്ട് ഈ താഴെ. അപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയാക്കണം. പിന്നെ ഇവിടെ എല്ലാം ഫോം ഒട്ടിക്കണം. ചൂടും സൗണ്ടൊന്നും കയറി വരാതിരിക്കാനുള്ള അതെല്ലാം ഒട്ടിച്ച് നല്ല ക്യാബിൻ നല്ല എയർ ടൈറ്റ് ആക്കുക. ഇപ്പൊ ഭയങ്കര സൗണ്ടാ. ഇപ്പൊ ഭയങ്കര സൗണ്ടാ. അത് തന്നെയല്ല, ഗ്ലാസും താത്തു വെച്ചേക്കല്ലേ, AC ഇല്ലാത്തതുകൊണ്ടേ. അപ്പം ഇത് ക്യാബിൻ എയർ ടൈറ്റ് ആക്കി കഴിഞ്ഞ് പിന്നെ AC പിടിപ്പിക്കും. AC കയറണം. പിന്നെ വയറിങ്ങിട്ട് മൊത്തം അഴിച്ചെടുത്തിട്ട് മൊത്തം ഒന്ന് ചെക്ക് ചെയ്ത് നല്ലപോലെ ആക്കണം. അപ്പോൾ അത്രയും പണിയാണ് മെയിനായിട്ട് ചെയ്യുന്നത്. പെയിൻറ്റിങ് ഒക്കെ പിന്നെ ഉള്ളൂ. ക്യാബിനകം പെയിൻ്റ് അടിച്ച് ഈ സാധനം എല്ലാം ഒട്ടിച്ച് നല്ല ക്ലീൻ ആക്കും. അതെ, AC പിടിപ്പിച്ചാലേ AC പിടിക്കുമ്പോൾ രണ്ട് ഗുണം. നമ്മൾ ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ട് സൗണ്ട് കുറയും വെളിയിൽ നിന്നുള്ള. പിന്നെ ഇതിന്റെ ബൂട്ട്, ഗിയറിന്റെ ബൂട്ട് ഇതുവരെ വന്നില്ല. അതുകൊണ്ട് കൂടെ ഇത്രയും സൗണ്ടും ചൂടൊക്കെ ഇതിലെ കയറി വരുന്നുണ്ട്. അപ്പൊ അതും പറഞ്ഞു, അത് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് അന്നേരത്തേക്ക് വരുമായിരിക്കും. അപ്പൊ അത്രയും പണികളാണ് ചെയ്യുന്നത്. അപ്പൊ അത് എത്രയും പെട്ടെന്ന് ചെയ്തു തരാമെന്നാണ് എബിൻ പറഞ്ഞേ. മൂവാറ്റുപുഴ ചെല്ലണ്ട, നമ്മള് കൂത്താട്ടോളിൽ നിന്ന് തിരിഞ്ഞു പോവാം. നമ്മൾ പോകുന്നത് അഞ്ചൽപ്പെട്ടി, പാമ്പാക്കുട, രാമമംഗലം വഴിയാണ്. അഞ്ചൽപ്പെട്ടി പെട്ടെന്ന് തമിഴ്നാട്ടിൽ കൂടെ പോകാനില്ലേ? അതുവഴി നേരെ നമ്മൾ കോലഞ്ചേരി. അഞ്ചൽപ്പെട്ടിയാ, തമിഴ്നാട്ടിൽ പട്ടിയാ. ഓ അല്ല, ഉസ്ലംപെട്ടിയല്ലേ? ഉസ്ലംപെട്ടി. അതന്നെ, അതും പട്ടിന്ന് അവിടെ എഴുതുന്നേ. നമ്മള് പറയുമ്പോ ഉസ്ലംപെട്ടി എന്ന് പറയും. നല്ല കുലുക്കോ ആ വണ്ടിക്ക്. ഇതിലും കുലുക്കമുണ്ട് മറ്റേ വണ്ടിക്ക്. പക്ഷെ നമ്മള് ലോറി കാലി പോകുന്ന അത്ര ഒരു കുലുക്കം ഇല്ല. കാലി വണ്ടി ഓടിച്ചോണ്ട് പോവല്ലേ, അത്രയും കുലുക്കം ഇല്ല. ക്ലച്ചൊക്കെ നല്ല സ്മൂത്തായി. ക്ലച്ച് എയർ ക്ലച്ച് ആക്കി. എന്നാണ് നല്ല കട്ടിയല്ലായിരുന്നോ? ഗിയർ നല്ല ഇതായി. ഗിയറിന്റെ ഒക്കെ ഇതെല്ലാം മാറി. ആ ഗിയർ ലിവറും ആ അസംബ്ലി മൊത്തം മാറി. ഒരു വണ്ടിയുടെ പൈസ ആയി. പണിതപ്പം. അപ്പൊ ഇനി ഇതിനകത്ത് മാറാൻ അധികമൊന്നും ഇല്ല, എല്ലാം പുതിയതായി. അപ്പൊ ഈയിടെ മെക്കാനിക്കൽ വർക്ക് ചെയ്ത് തന്നെ ഏകദേശം 3.5 ലക്ഷം രൂപയായി. ഇനിയും AC കയറ്റണം, പെയിന്റ് ചെയ്യണം, ഈ ക്യാബിന്റെ പണി ചെയ്യണം. ഇതെല്ലാം കൂടെ വരുമ്പോൾ നല്ല പൈസ ആവും. പുതിയ വണ്ടിയെക്കാട്ടി വിലയാവുന്ന എനിക്ക് തോന്നുന്നത്. വേറെ ലോഡ് ചെയ്യുന്നത് തമിഴ്നാടിന് പോകുന്നതാണ്. ഇപ്പൊ ഡ്രൈവർ നമ്മൾ കൂത്താട്ടോളം എത്തി കേട്ടോ. വഴിയൊക്കെ അറിയാലോ അല്ലേ? മൂവാറ്റുപുഴയ്ക്ക് പോകണ്ട. അല്ല, എനിക്കറിയത്തില്ല ഇവിടുന്ന്. അത് പറയാം. അവിടുന്ന് തിരിയാ നമുക്ക്. അഞ്ചൽപ്പെട്ടി, പാമ്പാക്കുട, രാമമംഗലം, കോലഞ്ചേരി, ആ റൂട്ടാണ് നമുക്ക് പോകണ്ടേ. അവിടുന്ന് ലെഫ്റ്റ്. അതെ, ആ ഓട്ടോ പോകുന്നത്. മൂവാറ്റുപുഴ നേരെ ലെഫ്റ്റിലേക്ക് പിറവും. ഈ ലെഫ്റ്റ്. കണ്ടോ ചൂട്? ഇത് മതിയോ?
ചൂട് കുറച്ച് കൂടുതലാ. ആണോ? ഞാൻ വന്നപ്പോ തൊട്ടേ അല്ല, ഒരു തവണ ലൈലൻഡിൽ പോയപ്പോ AC ഇല്ലായിരുന്നു, പിന്നെ എല്ലാം ഭാരതൻസിലായിരുന്നു AC ഉണ്ടായിരുന്നു. ഞങ്ങള് എത്ര വർഷം AC ഇല്ലാത്ത വണ്ടിയില് ഇത്രയും ലോങ് ബോംബെയും പൂനെയും എങ്ങോട്ടെല്ലാം പോയിട്ടുണ്ട്. അതൊക്കെ ഒരു സമയം കേട്ടോ. പിന്നെ AC ഇല്ലാത്ത വണ്ടിയിൽ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇത് നമ്മൾ AC ഉള്ള വണ്ടി ഉപയോഗിച്ചിട്ട് AC ഇല്ലാത്ത വണ്ടിയിലേക്ക് കയറുമ്പോഴാണ് ഈ ബുദ്ധിമുട്ട്. അത് ഏറ്റവും പ്രശ്നം എന്താ, കാറിൽ നിന്ന് ഒന്ന് ഇതിലോട്ട് ഒന്ന് കയറുന്നോണ്ടാ പ്രശ്നമായിരുന്നു. അതെ, ബസ് വന്ന് കയറുവായിരുന്നേ കറക്റ്റ് ആയിരുന്നു. എരുമേലി പമ്പാവാലി ആ സൈഡിൽ നിന്ന് അതിലെ നല്ല തണുത്ത കാറ്റ് കയറി വരും. ഇവിടെ പക്ഷെ കാറ്റ് കുറവാ. അതെ, ഓടിച്ചൊരു തണുപ്പ് അത്ര തണുപ്പ് ഇല്ല. അത്ര ഡ്രൈവറാണ് ഏറ്റവും കംഫർട്ട് ആയിട്ട് ഓടിക്കേണ്ടത്. അതെ, അതൊക്കെ പക്ഷെ അത് ആരും അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല. ഇല്ല, യാത്രക്കാരുടെ കംഫർട്ട് മാത്രമേ നോക്കുന്നുള്ളൂ എല്ലാരും. ടൂറിസ്റ്റ് ബസ്സിലൊക്കെ പ്രത്യേകിച്ച് യാത്രക്കാരുടെ കംഫർട്ട് നോക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ഞാൻ പറയട്ടെ, ഇത് ഓടിക്കുന്ന ആള് മര്യാദക്ക് ഇരുന്നില്ലെങ്കിൽ ബാക്കിയുള്ളവര് സുഖമായിട്ടിരിക്കുമോ? ഇല്ലല്ലോ. അവരുടെ ജീവനാണ് ഓടിക്കുന്ന ആളുടെ കയ്യിലിരിക്കുന്നത്. അത് ഈ നമ്മളെ നൈറ്റ് സർവീസ് ബസ്സിന്റെ ഒക്കെ ക്യാബിൻ കണ്ടിട്ടില്ലേ? ബോഡി പണിത് വിടുമ്പോൾ അവരതൊന്നും നോക്കുന്നില്ല. ബോഡി ബിൽഡർമാര് വെളിയിൽ നിന്നുള്ള ചൂടും പൊടിയൊന്നും കയറാതെ ഒന്നും അടയ്ക്കൊന്നുമില്ല. എന്നിട്ട് ഇപ്പറേ ഡ്രൈവർ ക്യാബിന്റെ പുറകിൽ അടച്ചേക്കല്ലേ, അപ്പൊ അങ്ങോട്ട് ഇതൊന്നുമില്ല. പക്ഷെ ഓടിക്കണ്ടേ, നല്ല ക്ഷീണം ഉണ്ടാവും. അത് നമ്മൾ എപ്പോഴും പറയാറുള്ളതാ. അന്നേരം ഇന്നാള് നമ്മളത് പറഞ്ഞപ്പോ 10,000 രൂപ കമന്റ് ഇട്ടത് AC വെച്ചാ ഉറങ്ങിപ്പോവും, അതുകൊണ്ടാണ്. AC വെച്ചാ ഉറങ്ങി? അങ്ങനെ നമ്മുടെ എല്ലാം വണ്ടി AC അല്ലേ? അതെ, രാത്രിയും പകലും ഓടുന്ന. AC-യിൽ ഇരുന്ന് വണ്ടി ഓടിച്ചാൽ ആ ഡ്രൈവർമാർക്ക് ക്ഷീണം കുറവായിരിക്കും. ഈ വെയിലത്ത് മുഴുങ്ങിയിരുന്ന് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഒന്ന് ശരീരത്തിലെ ജലാംശം തന്നെ കുറയും. അതുപോലെ തന്നെ ഭയങ്കര ക്ഷീണമായിരിക്കും. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോട്ടെ. ലെഫ്റ്റ് തന്നെ, ലെഫ്റ്റല്ല, മെയിൻ റോഡ് തന്നെയാണ് ഇത്. വാളിയപ്പാടമാണോ കണ്ടേ? അവിടെ എല്ലാം പാടോ? ഓടിക്കണോ? വേണ്ട, ഞാൻ ചുമ്മാ ഇരുന്ന് ഇപ്പൊ കിടന്ന് ഉറങ്ങും. രാവിലെ പോവാന്ന് പറഞ്ഞ ഒരാളെ അവിടെ ഇരുത്തി നിങ്ങൾ ഉറക്കി കളഞ്ഞെ. അതാരാ? ഞാൻ. ഇതാണ് അഞ്ചൽപ്പെട്ടി. ഇവിടുന്ന് റൈറ്റിലേക്ക് പോകണം. പിള്ളേര് സ്കൂളിലൊക്കെ വിട്ടിട്ടേ കടയിലെ സിപ്പൊക്കെ മേടിക്കാൻ കയറിയാന്ന് തോന്നുന്നു. പൈനാപ്പിൾ കൃഷി. പൈനാപ്പിൾ കണ്ടിട്ടുണ്ടോ? പൈനാപ്പിൾ കൃഷി കണ്ടിട്ടുണ്ടോ? പൈനാപ്പിൾ കൃഷിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ വീടിന്റെ അടുത്തുണ്ടായിരുന്നു, ആ പള്ളിയുടെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ കണ്ടില്ലേ മേഘാലയല്ലേ? അങ്ങോട്ടെല്ലാം ഉണ്ടല്ലോ, നോർത്ത് ഈസ്റ്റിലേക്ക് എല്ലാം ഉണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ കൂടുതലും കൃഷിയുള്ള കേരളത്തില്. പാമ്പാക്കുട ജംഗ്ഷൻ. ഇവിടെ നിന്നാണോ ലെഫ്റ്റ്? പാമ്പാക്കുട ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡ്. രാമമംഗലം ലെഫ്റ്റിലേക്ക് 6 കിലോമീറ്റർ. മുന്നേന്ന് ലെഫ്റ്റ്. പിള്ളേര് കൈ കാണിക്കുന്നത്. എന്നാ നിർത്ത്. എന്നാണ്ട് സുഖം? ഞങ്ങള് കോട്ടയം. ഇത് ചുമ്മാ കോലഞ്ചേരി വരെ പോവാ. നല്ല വെയിലായാലും കറക്റ്റ് സമയത്താ നമ്മള് പോന്നേ. ഭയങ്കര വെയില, അത് നേരെ വെയില. ഒരു ചേച്ചി വണ്ടി ഓടിച്ചോണ്ട് വന്നു. പിള്ളേര് പറയാ ഗവൺമെന്റ് LP സ്കൂൾ രാമമംഗലം, പഴയ സ്കൂളാണ്. മൂവാറ്റുപുഴയാറാ. നല്ല വെള്ളമുണ്ട്, മഴയൊക്കെ ആയതുകൊണ്ട് നല്ല വെള്ളം. ചൂണ്ടി കോലഞ്ചേരി. ഇവിടുന്ന് ഫുള്ള് ഓടിയട്ടെ. ഫുള്ളടിച്ചോ. ഇവിടെ 66-ന്റെ അത്ര നീളമില്ലല്ലോ. ഇന്നോവ പോകുന്നതിനെക്കാട്ടി കുറച്ചുകൂടെ സ്ഥലം മതി. പൊക്കം പിന്നെ ഇച്ചിരി വീതിയുണ്ട്. അല്ല, ബമ്പർ സൈഡിലേക്ക് ആ ബമ്പറിന്റെ ലെവലിൽ നോക്കിയാൽ മതി, ബാക്കിലേക്ക് കുഴപ്പമില്ല. അതെന്തായാലും ഞാൻ ആദ്യം ആലോചിച്ചായിരുന്നു, വന്നപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു.
അതുകൊണ്ട് സൈഡിൽ ആള് നിൽക്കുമ്പോൾ ഞാൻ കുറച്ച് നോക്കി ഇത്തിരി ഇങ്ങോട്ട് ചേരുന്നുണ്ട്. അതെ, സൈഡിലെ ആൾക്കാർ ഒന്നും കാണത്തില്ല, അതൊക്കെ നോക്കണം. ആ, കോലഞ്ചേരി, പൂത്തൃക്ക, കിങ്ങിണി മറ്റം. നമ്മുടെ കേരളത്തിലെ ഗ്രാമങ്ങൾ എന്ത് സുന്ദരമാണെന്ന് നോക്കിയേ. കേരള ഗ്രാമത്തിലൂടെ തന്നെയാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഇപ്പോൾ കൃഷിക്കാർ വളരെ കുറവുണ്ട്. ഇത് പിന്നെ അവിടെ എല്ലാം നെൽപ്പാടം ഇല്ലായിരുന്നോ? ആ, കൃഷിക്കാരില്ലെന്ന് പറയാൻ പറ്റില്ല. കൃഷികളുണ്ടല്ലോ, ഈ കാണുന്നതെല്ലാം കൃഷിയല്ലേ. പക്ഷെ ബാക്കിയുള്ള സംസ്ഥാനം വെച്ച് നോക്കുമ്പോൾ കുറവാന്നുള്ളത്. കൃഷിക്കാരെ കാണുന്നില്ല. ഇതുണ്ടോ കപ്പ കൃഷിയാ അവിടെ കൃഷിക്കാർ പണിയുന്നുണ്ടോ? ആ, കേരളത്തിലെ മെയിൻ കൃഷിയാ കപ്പ. പൊറോട്ട കഴിഞ്ഞാൽ രണ്ടാമത്തെ സാധനം കപ്പയ്ക്കാ. കേരളത്തിൽ നിന്ന് മൊത്തം പറയാൻ പറ്റില്ല കേട്ടോ. നമ്മൾ കോട്ടയം, ഇടുക്കി, എറണാകുളത്തിന്റെ കുറച്ച് ഭാഗം, പത്തനംതിട്ടയുടെ കുറച്ച് ഭാഗമൊക്കെ കപ്പയും മീൻകറിയും. ആ, ഇവിടെ മീൻ ചൂണ്ടയൊക്കെ ഇടുന്നുണ്ട് ആൾക്കാർ. മൂവാറ്റുപുഴയാ റബ്ബർ പ്ലാന്റേഷൻ. അപ്പോൾ അതെ നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ലെഫ്റ്റിലേക്ക് കയറിക്കും. അപ്പോൾ അതെ നമ്മൾ ബാബ്സിൻ്റെ വർക്ക്ഷോപ്പിലെത്തി. ബാബ്സ് കസ്റ്റം ബിൽറ്റ്. വണ്ടി നിർത്തിക്കേ, ചോപ്പർ വലി. ആ, അങ്ങനെ. ഇത് എബിനെ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ ഇന്നാളെ വീട്ടിൽ വന്നല്ലോ. അപ്പം എബിൻ്റെ അമ്മയും പപ്പായും ഒക്കെ നമ്മുടെ ഫാമിലി മെമ്പറാണ്. അപ്പം എബിനും അതെ. അപ്പോഴേ നമ്മൾ ഇതുവരെ പുറകെ തുറന്ന് അവിടെ ആരും ഇരുന്ന് യാത്ര ചെയ്തില്ലായിരുന്നു. അപ്പം അപ്പോൾ ഇതിപ്പോൾ എല്ലാവരും കൂടെ ചെറിയൊരു ഡ്രൈവ് പോയി അപ്പുറം വരെ. ഡീസലും മേടിക്കണം, ആ വണ്ടിക്കാണ്ട് ഡീസൽ മേടിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഡീസലും മേടിക്കണം. എല്ലാവരും കൂടെ ചുമ്മാ ഞാനൊന്നും ഇരുന്നായിരുന്നു, ഇടയ്ക്കൊന്ന് കയറി. വലിയ കുഴപ്പമില്ല. അപ്പോൾ പടുതാക്കി ഒന്ന് മടക്കി വയ്ക്കാം. അപ്പോൾ ഇതിനകത്ത് മൊത്തം സീറ്റാ കേട്ടോ, അതെല്ലാം മടക്കി വെച്ചേക്കാം. ബെഞ്ച് പോലുള്ള സീറ്റാ മടക്കി വെച്ചേക്കാം. വെളിയിലുണ്ട്, ഇതങ്ങ് മടക്കിക്കോ. ഇങ്ങനെ ചെറുതായിട്ട് അകത്തോട്ട് മടക്കിയോ? അകത്തോട്ട്. അങ്ങോട്ട് കയറാൻ വേണ്ടിയാണ് ആ കയറ് കെട്ടിയിട്ടേക്കുന്നത്. അതേ പിടിച്ചോണ്ട് കയറിക്കണം. അണ്ടേ, അതെല്ലാം സീറ്റാ. അപ്പം അങ്ങ് വരെ അതുപോലെ 4 എണ്ണം ഉണ്ട്. ഇല്ലല്ല, അത് തുറക്കത്തില്ല. അതിന് ഇടയ്ക്ക് ഒരു കിളിവാതിലുണ്ട്, അത് തുറക്കാം. അതല്ലേ, അതവിടെ ഇങ്ങനെ ചുറ്റി വെക്കാം. ചെറുതായിട്ടൊന്ന് ഓടിച്ചു നോക്കാന്ന് പറഞ്ഞാ. അതെ അല്ലേ, അതെ. ഗിയർ നല്ല സ്മൂത്തായിപ്പോ. ഓണില്ല, ഓണിൻ്റെ എന്തോ ഫ്യൂസ് പോയെന്ന് തോന്നുന്നു. വയറിങ് എല്ലാവേ അയച്ച് ചെയ്യണം. ഇവിടെ ഇച്ചിരി ഡീസൽ അടിക്കാൻ വേണ്ടി വന്നതായിരുന്നു. ഇപ്പം വർക്ക്ഷോപ്പിലെ പിള്ളേരെല്ലാം കൂടെ ചുമ്മാ ചിലന്ന് കയറി യാത്ര ചെയ്യാമെന്ന് പറഞ്ഞ് കയറിയതായിരുന്നു. അപ്പോൾ അതെ, ഡീസൽ അടിച്ചു. നമുക്ക് തിരിച്ചു പോയേക്കാം. ഇവന് ഇത്ര ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഇവന് 7 അടിയാ. ഇത് ഭയങ്കര റെയർ പീസാ. നിൽക്കാൻ പുള്ളിക്ക് നേരെ നിൽക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ കുരിഞ്ഞ് നിൽക്കണം, അല്ലെങ്കിൽ ഇരിക്കണം. അല്ല, വേറെ കാര്യമുണ്ട്. ഇത് അടച്ചാലും ഇവിടുന്ന് ചുമ്മാ കാലെടുത്ത് മുകളിലോട്ട് വെച്ചാൽ ചുമ്മാ എടുത്ത് വെച്ചാൽ മതി. ഇവനെ ശരിക്കും ആർമിയിൽ എടുക്കാന്നേ. ഉള്ള കേരള തമ്പി കണ്ടോ. എബിന്റെ സാരഥിയാണ് ഇപ്പം വണ്ടി ഓടിക്കുന്നത്. പഴയ സാരഥി ജസ്റ്റിൻ മുടക്കൻ. പുള്ളി കല്യാണം കഴിച്ച് ലണ്ടന് പോണ ഒരു അവസ്ഥ വന്നു. അതുകൊണ്ട് പക്ഷേ വണ്ടി പണത് ഇറക്കിയപ്പോ അവരോട് വേണമായിരുന്നു. ഇനിയിപ്പോ ലീവ് എടുത്ത് ജനുവരിയിൽ വരുന്നുണ്ട് ഓടിക്കാൻ വേണ്ടി. ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമാ. ജസ്റ്റിൻ സെറ്റ് ചെയ്ത് തന്നാ ശ്രേയസിനെ. അത് ശരി, നല്ല പവർഫുൾ ഡ്രൈവറാ. തോക്കുമാരുടെ വണ്ടി എബിനെ ഏൽപ്പിച്ചു. അതെ. അപ്പൊ ഇതിനകത്ത് ക്യാബിന്റെ വർക്ക്. അതെ, പുറമെ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. പെയിന്റ് ഒന്നും അടിക്കുന്നില്ല, അകത്ത് മാത്രം. ക്യാബിൻ ടെസ്റ്റ് ഡ്രൈവ് അടിച്ചിട്ട് പിന്നെ ഒന്ന് നമുക്ക് പിന്നെ പെയിന്റിംഗ് ഒക്കെ. അപ്പൊ അകത്തെല്ലാം നല്ല നമ്മുടെ വണ്ടി പോലെ തന്നെ ഹീറ്റ് അകത്തേക്ക് കയറാത്ത ഡാമ്പിംഗ് ഷീറ്റും പിന്നെ ഇച്ചിരി ചെറിയ പാച്ച് വർക്ക് ഉണ്ട്. പിന്നെ ഡോറൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. പിന്നെ ബീഡിങ്, അങ്ങനെ കുറച്ച് സാധനങ്ങളെ സെറ്റ് ചെയ്ത് ഉള്ളിലൊന്ന് കംഫർട്ടാക്കി എന്നിട്ട് വേണം AC കയറ്റാൻ. എന്നിട്ട് വേണം AC. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറെ ഓടി കഴിഞ്ഞിട്ട് ബാക്കി നോക്കാം. അത് കഴിഞ്ഞിട്ട് പുറത്ത് ഒരു കോട്ട് പെയിന്റ് അടിക്കുമോ, പഞ്ചവത്സര പദ്ധതി പോലെ പയ്യെ ചെയ്യാം. അപ്പൊ പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാന്ന് മനസ്സിലാക്കാൻ പറ്റും. അതെ. അപ്പൊ അങ്ങനെ അപ്പൊ ഒരു വണ്ടി കൊണ്ടുപോകട്ടോ. അപ്പൊ പകരം നമുക്ക് വേറെ ആദ്യമായിട്ടോ എന്റെ ഹൃദയം ഒരാൾ കൈമാറുന്നേ. പകരം ഇത് പണി വാളി ഓടിക്കാന്നോ? അമ്മ ഓടിക്കാൻ പറ്റുന്ന. അല്ല, അത്
സമ്മതിക്കല. അല്ല ഇതിപ്പോ നേരത്തെ മമ്മി മാത്രമേ ഉള്ളൂ, ഇപ്പൊ ഭാര്യ കൂടെ ഉള്ളതുകൊണ്ട് മത്സരം പിന്നെ അവൾക്ക് ഓടിക്കണം എന്ന് പറയും. ഓടിക്കണമെന്ന് പറയാം. അവളാണ് വലിയ വണ്ടി ഓടിച്ച് പരിചയം, പക്ഷെ അമ്മ നന്നായിട്ട് ഓടിക്കും. അപ്പൊ ഓടിപ്പിക്കണ്ടേ? അതെ. അല്ല ചേച്ചി ഒരു ദിവസം വരുമ്പോഴേ ഒരു ദിവസം ഓടിക്കാം. എന്തായാലും ആഗ്രഹം പറഞ്ഞ സ്ഥിതിക്ക് ചെയ്തു കൊടുത്തില്ലേ പിന്നെ അത് മോശം. ഞാൻ ഇത്രയും വണ്ടി നടക്കണല്ലേ അല്ലേ? അമ്മ കാർ ഓടിക്കും കേട്ടോ, അടിപൊളിയായിട്ട് ഓടിക്കും. അല്ല ഇത് ലോറി ഓടിക്കാം, ഒന്നും കുഴപ്പമൊന്നുമില്ല. സീറ്റിന് നല്ല പൊക്കമല്ലേ? ചെറുതായിട്ട് കാലെത്താൻ കുറച്ച് പാടാണ്. അതെന്നാന്ന് വെച്ചാലേ ഈ നമ്മുടെ ടൈപ്പ് സീറ്റ് അല്ല ഇത്. ഇതേ ഇന്നോവയുടെ സീറ്റാന്ന് തോന്നുന്നു, ഓൾട്ടർ ചെയ്ത് വെച്ചേക്കുന്ന. അതാ സീറ്റിന്റെ പൊക്കം കൂടുതൽ. അത് തന്നെയല്ല അതിന്റെ ആ ഇരിപ്പ് കണ്ടോ, ഫ്രണ്ട് പൊങ്ങിയല്ല നിൽക്കുന്നേ. ആ എബിൻ പറഞ്ഞ കേട്ടോ, എന്റെ ഹൃദയമാന്നാ പറഞ്ഞേ. അല്ല ക്യാബിൻ നല്ല ഇതായപ്പോ എന്നാ സ്മൂത്ത് ആയി നോക്കിയേ, സൗണ്ട് ഒന്നുമില്ല. അത് തന്നെയല്ല എ സിയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ സുഖമല്ലേ. അപ്പൊ ഈ എബിന്റെ വണ്ടിക്ക് കുറച്ച് മെക്കാനിക് വർക്ക് ഉണ്ട്, അത് നമുക്ക് കോട്ടയം ട്രക്സിൽ കൊണ്ട ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ വണ്ടി എടുത്തോണ്ട് നമ്മൾ പോകുന്നേ. അതെ ഒരു കാര്യം കാലത്താണെങ്കിൽ ഞാൻ ഓടിക്കാം കേട്ടോ. കാലെത്തുന്ന ആൾക്കാർ ഇരിപ്പുണ്ട് ഇവിടെ, വെയിറ്റിംഗിലാണ്. അല്ല നമ്മുടെ വണ്ടി അന്ന് ഗിയറും ക്ലച്ചും ഒന്നും ഇല്ലാഞ്ഞ സമയത്ത് ഏറ്റവുന്നല്ലേ ഓടിച്ചത്. അങ്ങനെ അങ്ങ് ഓടിച്ചാൽ മതി, അത്രേ ഉള്ളൂ. നിസ്സാരം. ഇവിടെ നമുക്ക് ലെഫ്റ്റ് പോകണം, റൈറ്റിലേക്ക് പോയാൽ പൂതിർക്കാം, ലെഫ്റ്റിലേക്ക് രാമമംഗലം. അതെ ക്യാബിനെല്ലാം AC ഒക്കെ പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് ആദ്യം പിടിപ്പിക്കേണ്ട ഒരു സാധനമുണ്ട്. ഇതുപോലൊരു സെറ്റ് പിടിപ്പിക്കണം, ക്യാമറ പിടിപ്പിക്കണം. ഗിയർ ഇവിടുന്ന് വന്ന് എടുത്തോണ്ട് അപ്പുറം കൊണ്ട് കൊടുക്ക്. ഇവിടെ വന്ന് എടുത്തോണ്ട് അപ്പുറം കൊണ്ട്. പണ്ട് അല്ല ഈ രാജേഷ് നീ പണ്ടതുപോലല്ലേ വണ്ടി ഓടിച്ചോണ്ടിരുന്നേ? പഠിച്ച സമയത്ത് നമ്മുടെ വണ്ടിയെക്കാട്ടി കുറച്ച് ചാട്ടമുണ്ട്. അത് ഇതിന്റെ ഒരു ബുഷ് പോയിട്ടുണ്ട് ക്യാബിന്റെ, അപ്പൊ ആ ബുഷ് മാറാനൊക്കെ ആയിട്ടാ നമ്മളിത് കൊണ്ടുപോകുന്നേ. കുതിരപ്പുറത്ത് പോകുന്നല്ലേ? അതെ എനിക്കും കുറച്ച് ഓടിക്കണം ഇത്. അതെ ഞാൻ ഓടിച്ചോളാം. എന്നാന്നോ ചേട്ടാ ഈ വീഡിയോ എടുക്കണ്ടേ, അപ്പൊ ഓടിക്കാൻ പോയി കഴിഞ്ഞാൽ വീഡിയോ എടുപ്പ് നടക്കുകയാണ്. എളുപ്പമുള്ള പരിപാടി ഞാൻ ഓടിച്ചോളാം. അത് നേരം മുത്തെടുത്തോളും വീഡിയോ. അതെ അടുത്ത കാല് നീളമുള്ള ആള് കേറി. ഇതെന്നാന്നോ നമ്മുടെ വണ്ടിയെക്കാട്ടില്ലേ ഗിയറിനെ ചാലോടെ ആയുണ്ട്, നമ്മുടെ ഇത്ര ഇല്ല. പ്ലേ ഉണ്ട്. പ്ലേ അതെന്നാന്ന് വെച്ചാൽ അത് നോക്കണം. അത് മറ്റേ ഇപ്പൊ നല്ല സ്മൂത്ത് ആയില്ലേ ആ ഗിയർ ലിവറിന്റെ അസംബ്ലി മാറിയപ്പോഴേ. ആദ്യം പ്ലേ ഒന്നുമില്ല, നമ്മുടെ അടിപൊളിയായി. അപ്പൊ അതൊക്കെ നോക്കണം. കുറച്ച് ചില്ലറ പരിപാടികളുണ്ട് ഇനി. ഗിയറിനായുള്ളതുകൊണ്ടാ മൊത്തം ഗിയർ ഇടുമ്പോ കൈ അങ്ങോട്ട് അല്ല ഞാനിട്ടിട്ട് ഇപ്പം വീഴുന്നില്ല. അല്ല ഗിയർ ഇവിടുന്ന് എടുത്തോണ്ട് പോയി അവിടെ കൊണ്ട് ഇടണം. അതെ ഇതിന്റെ ഡ്രൈവർക്ക് കൈക്കും കാലിനും നല്ല നീളമാണ്. അതിന് സിഗ്നേച്ചർ വീലിനും ചെറിയ കംപ്ലൈന്റ് ഉണ്ട്. അതെ കൂത്താട്ടുകളത്ത് വന്ന് നമ്മളെ MC റോഡിൽ കയറി. ഇനിയിപ്പൊ ഞാൻ കുറച്ച് ഓടിക്കാം. അത് അത്രയ്ക്കും വേണോ? ഇതേ സീറ്റിന്റെ ഈ ചാരേ ചാഞ്ഞായിരിക്കുന്നത്. പിന്നെ കാലിന് ചെറിയ പ്രശ്നമുണ്ട്. കാലിന് പ്രശ്നമല്ല, എനിക്കെത്തും. എന്നാലും ഇത് ഓടിക്കുന്ന ആള് ശ്രേയസിന് പിന്നെ അതിന്റെ ആവശ്യമില്ലല്ലോ. പക്ഷേ സീറ്റ് ഇച്ചിരി താന്നിട്ട് മുന്നോട്ട് ഇച്ചിരി വന്നാൽ നല്ലതാണ്, നമുക്ക് വലിപ്പം കുറവുള്ള ആൾക്കാർക്ക് ഓടിക്കാൻ. നമുക്ക് ഇച്ചിരി ഡീസൽ അടിച്ചോണ്ട് പോവാം. ടാങ്കിന് ലോക്ക് വല്ലതും ഉണ്ടോ? ഒന്നും ചോദിച്ചില്ല.
ആണോ? ആ പിന്നെ കുഴപ്പമില്ല. ഡീസൽ അടിക്കാൻ വേണ്ടി നിർത്തിയായിരുന്നു. അപ്പം വണ്ടി കണ്ടുകൊണ്ട് ബാബ്സിൻ്റെ കുറേ ഫാൻസുകാർ പുറകെ വന്നു വണ്ടിയും കൊണ്ട്. പക്ഷേ ബാബ്സിനെ കാണാതെ നിരാശയോടുകൂടി മടങ്ങി. അപ്പം നമ്മുടെ കുറച്ച് ഫാമിലി മെമ്പേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു. അവരോർത്ത് നമ്മുടെ വണ്ടി നമ്മളിങ്ങനെ പണിതുകൊണ്ട് വരിക എന്ന് അവരും ഓർത്ത്. അപ്പം നമ്മളിത് കുറവലങ്ങാടെത്തി. ഇപ്പോഴേ നമ്മൾ ഏറ്റുമാനൂർ എത്തി. നമുക്കേ ആ വർക്ക്ഷോപ്പിലൊന്ന് കയറിയിട്ട് പോവാം. ജസ്റ്റ് അവിടെ ആരെല്ലാം ഉണ്ടോന്ന് നോക്കാം. ഉണ്ടെങ്കിൽ ഇതൊക്കെ കംപ്ലൈന്റ് ഒക്കെ ഒന്ന് പറഞ്ഞിട്ട് പോകാം. എന്നിട്ട് രാവിലെ ഇങ്ങ് കൊണ്ടുവരാം. അതെ, ക്യാമറാമാൻ വഴിയിൽ ശ്രദ്ധിച്ചിരിക്കണ്ടായിരുന്നു. നമ്മുടെ ഒരു വണ്ടി ഓപ്പോസിറ്റ് പോയാ കണ്ടില്ലേ? ഇതിപ്പോ രാത്രിക്ക് വണ്ടി വരുമെന്ന് എന്നാ പിന്നെ നിനക്ക് പറയത്തില്ലായിരുന്നോ? അല്ല, എന്നോടും പറഞ്ഞില്ലേ വണ്ടി ലോഡ് കയറ്റുന്നുണ്ടായിരുന്നു. എനിക്കും അറിയത്തില്ലായിരുന്നു ഇപ്പൊ നേരത്തെ വരുമെന്ന്. വണ്ടി അടുത്ത് വന്നപ്പോഴാണ് ഞാനും കാണുന്നത്. അതെ, അതാ വളവായിരുന്നോണ്ടാ പെട്ടെന്ന് കാണാൻ പറ്റിയില്ല. അന്നേരത്തേക്കും ക്യാമറ ഒക്കെ എടുത്ത് വന്നപ്പോഴത്തേക്കും വണ്ടി കടന്നുപോയി. സുജിത്ത് കാണും നൈറ്റിലല്ലേ? നൈറ്റ് ഡ്യൂട്ടി ഉണ്ടാവും. ആരെയും കാണുന്നില്ല. ബ്രേക്ക് ഡൗണിന് പോയോ? ബ്രേക്ക് ഡൗൺ വല്ലതും വന്നോ? ഇപ്പഴേ വർക്ക്ഷോപ്പിൽ വന്നു. ഇനി നമുക്ക് രാവിലെ ഇങ്ങ് കൊണ്ടുവന്നാൽ മതി. സുജിത്തിൻ്റെ ഡ്യൂട്ടി എപ്പോഴാണ് നാളെ ഡ്യൂട്ടി? കേട്ടോ, സ്റ്റാലിൻ്റെ മെയിൻ മെക്കാനിക്കാണ്. മിക്കവാറും ആർമിയിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഉച്ചയാകുമ്പോഴത്തേനും ഞങ്ങൾ വരാം. ഉച്ചയല്ല, ഒരു 10-12 മണിയാകുമ്പോഴത്തേനും വരാം. കുറച്ച് പരിപാടികളുണ്ട്. അപ്പം എവരും അന്നേരത്തേനും വരും. ഇത് അഴിക്കാനല്ലേ? ഇതുണ്ട്. ഈ ബുഷേ കണ്ടോ? ഇത് ബുഷ് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്യാബിൻ നല്ല കുലുക്കമുണ്ട്. ഇതും പോയിട്ടുണ്ട്, അതും പോയിട്ടുണ്ട്. ചതഞ്ഞായിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഓർഡർ ചെയ്ത് നേരത്തെ വന്നിട്ടുണ്ട്. പിന്നെ ഇത് ഇവിടുത്തെ ഒരു ഗ്രില്ല്, കുറച്ച് സാധനങ്ങളുണ്ട്. അതെല്ലാം ഇത് അഴിച്ച് 2 ദിവസം എടുക്കുമോ? നിങ്ങൾക്ക് കഴിക്കാൻ സൗകര്യത്തിനാണ് മറ്റേ ഗ്രില്ലൊക്കെ അവിടെ അഴിച്ചു വെച്ചിട്ടാണ് കൊണ്ടുവന്നേക്കുന്നത്. അതെ, ഇല്ലെങ്കിൽ ഇവിടെ വന്ന് കഴിക്കാൻ ബുദ്ധിമുട്ടല്ലേ? ഒന്നെങ്കിൽ ചേട്ടാ ഇതെടുത്തോ, അല്ലെങ്കിൽ ഞാൻ എടുത്തോണ്ട് നോക്കാം. അതുകൊണ്ട് പോരെ, കാർ എടുത്തോണ്ട് പോരെ. അപ്പം രാജേഷ് അവിടെ ഇറങ്ങി. അവിടെ ഇന്നോവ അവിടെ കൊണ്ടിട്ടിട്ടായിരുന്നു പോയത്. അപ്പോൾ അതെടുക്കാൻ വേണ്ടി രാജേഷ് അവിടെ ഇറങ്ങി. ഞങ്ങൾ നേരെ വീട്ടിലേക്കും പോന്നു. അതെ, അപ്പോൾ ഇനി രാവിലെ എബിൻ വരും. വന്നിട്ട് വണ്ടി വർക്ക്ഷോപ്പിൽ കൊണ്ട് പണിയാനുള്ള പരിപാടികളൊക്കെ ചെയ്യണം. നേരെ വീട്ടിലേക്ക് പോയേക്കാം. അതെ, വണ്ടിയൊക്കെ കൊണ്ട് വീട്ടിൽ കൊണ്ടിട്ടു. അവിടെ എബിന് വർക്ക്ഷോപ്പിൽ വന്നായിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് നമ്മൾ വീട്ടിൽ വരാം. അത് തന്നെ 66 വേണ്ടി വന്നു. അതെ, ഫുഡ് കഴിക്കാനും വന്ന് ചോറൊക്കെ ഉണ്ട്. അത് തന്നെ 66 നേരിട്ട് കണ്ടിട്ടില്ല. എപ്പോഴാണ് കാണണേ? ഞാൻ കണ്ടേ വണ്ടിയില്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം വണ്ടിയില്ല. അവിടെ കിടക്കുമല്ലേ? മീൻസ് അകത്ത് കയറിയില്ല. ഇതിന്റെ സിസ്റ്റം ഒന്നും ഞാൻ കണ്ടില്ല. അപ്പം വണ്ടിയൊക്കെ നോക്കി. അന്നേരം ഇതേ വണ്ടി കയറിയപ്പോ എനിക്ക് ചെറിയ വണ്ടികളാണല്ലോ കൗതുകം. ഇതിനാണല്ലോ തുടക്കം എല്ലാവരുടെയും. അപ്പൊ കണ്ടപ്പോ കൗതുകം തോന്നി. ആദ്യം വീഡിയോ കാണുമ്പോ ഞാൻ നോക്കുന്നേ ഇത് എവിടെ നിന്നായിരിക്കും സ്കെയിൽ മോഡൽ ഒപ്പിച്ചത്. കാരണം ഈ ഭാരതൻസ് ഷോറൂമിൽ ഇത് കിട്ടുള്ളൂ. അല്ലെങ്കിൽ അവരായിട്ട് കണക്ഷൻ വേണം. അല്ലാതെ പുറത്ത് ഈ സ്കെയിൽ മോഡൽ കിട്ടാൻ ഇച്ചിരി പാടാണ്. അപ്പൊ കണ്ടപ്പോ തരുമെന്ന് ചോദിച്ചു. എടുത്തോന്ന് പറഞ്ഞു. 3 പ്രാവശ്യം എടുത്തോന്ന് പറഞ്ഞപ്പോ 4ാമത്തെ പ്രാവശ്യം എടുത്തു. ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ മോഡിഫൈ ചെയ്യാനാ പറഞ്ഞ. കളർ മാറ്റാം, നമ്മുടെ ഒരു കളറാക്കാം. അപ്പൊ അങ്ങനെ 2 വേറെ ഉള്ളതുകൊണ്ട് തന്നാട്ടോ. ചിലപ്പോ തരില്ലായിരുന്നു. വേറെ ഇവിടെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് താങ്ക്സ് ഫോർ ദ ഗിഫ്റ്റ്. ഇതൊക്കെയാണ് നമുക്ക് ജീവിതത്തില് ഏറ്റവും ഇമ്പോർട്ടൻസ്. ചെറിയ ചെറിയ സാധനങ്ങള്, മെമ്മറീസ്. താങ്ക് യു. ചേച്ചിയുടെ അനുഭവത്തോടെ എടുക്കും കേട്ടോ. അതന്നെയല്ല, കാരവനിലും കയറിയില്ലായിരുന്നു. ഇല്ല. വന്നപ്പോ ജസ്റ്റ് ഇന്റീരിയർ കണ്ടോളൂ. ഒന്ന് ഡ്രൈവ് ഉണ്ടാവുന്ന പറഞ്ഞു. അതെ, കാരവനിൽ നമ്മൾ ചെറുതായിട്ട് ഡ്രൈവ്. നേരത്തെ പറഞ്ഞ പോലെ കാരവനുള്ള കൂട്ടുകാരൊന്നും നമുക്കില്ല. നമുക്ക് സിനിമ താരങ്ങളൊന്നും പരിചയമില്ലല്ലോ. ഇപ്പൊ ഇവര് മാത്രമേ ഉള്ളൂ. അന്ന് ഇവര് യാചിച്ചു കൊണ്ടുപോകാന്ന് പറഞ്ഞു. ഓക്കെ. അതെ, മുത്ത് വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് റെഡി ആയിട്ടിരിക്കുകയായിരുന്നു. ഇപ്പം പോയേക്കാം, കയറിക്കോ. വലതുകാല് വെച്ച് കയറാം. അതെ, ബാക്കി നോക്കണം കേട്ടോ. ഇവിടെ എടുക്കാറുള്ളല്ലേ? പിന്നെ എടുക്കുന്നു. വേറെ 2-3 പേരൂടെ കയറിയിട്ടുണ്ട്. കാരവണ്ടിയല്ലേ അടുപ്പാ? അല്ല, ഞാനേ കാരവനെ കയറിയപ്പോ എബിനോട് സീറ്റാൽ ഇരുന്നോളാൻ പറഞ്ഞു. ഇല്ല, എനിക്ക് ഈ സീറ്റാ ഇഷ്ടമെന്ന് പറഞ്ഞു. അല്ല, ഇവിടെ ഇരിക്കാനാ പറഞ്ഞേ. ഞാൻ ബസ്സിൽ ഇരിക്കുമ്പോ നമുക്ക് ഡ്രൈവറിന്റെ സൈഡിൽ ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ഡ്രൈവർ ഗിയർ മാറണതും അതൊക്കെ നമ്മൾ നോക്കി പഠിക്കണം അല്ലേ? അപ്പൊ ഇതാണല്ലോ ആശാൻ, നമ്മുടെ ശിഷ്യൻ. അല്ല, ഇതിന്റെ ഫീല് വേറെയാ. അതെ,
അതൊരു ബസ്സിന്റെ വീല് വേറെ, ലോറിയുടെ വീല് അത് വേറെ. അത് തന്നെയല്ല, ഫ്രണ്ടിലിരുന്ന് വ്യൂ എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു ലോറി പോകുമ്പോ ലെഫ്റ്റ് സൈഡ് സീറ്റ് ഉണ്ടല്ലോ, അത് ഒരു വേറെ ഫീല്. പക്ഷെ ഇത് എഞ്ചിൻ പുറത്ത് ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക സുഖമാണ്. മുത്തനെ വിളിക്കണം. കണ്ടിട്ട് നമ്മളെ ഫാമിലി മെമ്പേഴ്സ് വന്നിട്ടുണ്ട്. മുത്തനെ കണ്ടിട്ട് മുത്തന്ന് അവിടെ ഇരുന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. താരല്ലേ? അതെ, മുത്തനെ മതി എല്ലാവർക്കും. ഞങ്ങൾ എറണാകുളം പോയി വരിക. കറിവച്ചാല് പേരെന്നാ? കൊച്ചില്ലായിരുന്നു, കൊച്ചായിരുന്നു. ആണോ? അത് ശരി. വണ്ടിക്കകത്തുണ്ടായിരുന്നോ? അവിടെ നിന്നിട്ട് നോക്കി വരുമായിരുന്നു നമ്മളെ. അപ്പുറം പോയിട്ട് തിരിച്ചു വന്നാ വണ്ടി. ശരി എന്നാ. താങ്ക് യു. ആ, ഓക്കെ ഓക്കെ. അല്ല, ഓടിക്കുന്നുണ്ടേ? ഇപ്പൊ വേണ്ട, പിന്നെ ഓടിക്കാം. ആ, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് എൻജോയ് ചെയ്യാം. ആദ്യം നമ്മള് വണ്ടീനെ എൻജോയ് ചെയ്യണം. അതെ. എങ്ങനെയുണ്ട്, ആദ്യം എവിടെയൊക്കെ സ്വിച്ച് എങ്ങനെയാ, അതിന്റെ ഒരു വിരിവും തിരിവൊക്കെ പയ്യ ആദ്യം തന്നെ അത് ക്യാമറ എന്ന് പറഞ്ഞ് വണ്ടി എടുത്ത് കഴിഞ്ഞാൽ ശരിയാവില്ല. അത് ഇന്നലെ ആ വണ്ടിയും കൊണ്ട് വന്നിട്ടോ എന്ത് സ്വിച്ച് ആതായാലും മൊത്തം ഇതല്ല എന്താ എല്ലാവരും ഡബും പടക്കം പൊട്ടലും പറയാൻ പറ്റില്ല. അല്ല, ആ പമ്പി കയറി മാറി ഡീസൽ അടിച്ചാലും ഇല്ല ഇല്ല. ഇന്നലെ ഡീസൽ അടിച്ച കാര്യേ. അപ്പൊ അന്നേരം വീഡിയോ എടുത്തില്ലായിരുന്നു ഞങ്ങള്. അപ്പൊ ഞാൻ ഓടിച്ചോണ്ട് പമ്പി നിർത്തുന്ന വണ്ടി. അപ്പൊ റൈറ്റ് സൈഡിലാ നമ്മുടെ ശാലിന്റെ ടാങ്ക് റൈറ്റ് സൈഡാ. കാര്യം അന്ന് ഇവൻ വന്ന് ഇത് കണ്ട് ഈ ടാങ്ക് ടൂൾ ബോക്സ് ഒക്കെ ആക്കിയേക്കുന്ന നമ്മളെ ഓർത്താ വിട്ടുപോയി. റൈറ്റ് സൈഡിൽ ഞാൻ റൈറ്റ് സൈഡിൽ നിർത്തി. ഇവൻ ചെന്ന് പമ്പില് ഡീസൽ അടിക്കുന്ന ആളോട് പറഞ്ഞു, അടിച്ചോളാൻ പറഞ്ഞു. പുള്ളി ഡീസൽ അടിച്ചു. ഡീസൽ നോക്കുമ്പോ താഴോട്ട് പോകുന്നു. 2 ലിറ്റർ മിച്ചർ അടിച്ചുള്ളൂ. അപ്പൊ അതേ ഡീസൽ താഴോട്ട് പോകുന്നു. അപ്പം ഡീസൽ അടിച്ചോണ്ടിരുന്നപ്പോ തന്നെ പെട്ടെന്ന് എനിക്ക് മനസ്സിലായി കാര്യം, ഓർമ്മ കിട്ടി ഇത് ഇതാണെന്നുള്ള ഓർമ്മ. നിർത്താൻ പറഞ്ഞു, പെട്ടെന്ന് നിർത്തിച്ചു. അവന് പമ്പിലെ ആൾക്കും കാര്യം മനസ്സിലായില്ല. അത് വേറെ കാര്യം ഉണ്ട് കേട്ടോ. അതിപ്പോ ടൂൾ ബോക്സ് അല്ലെങ്കിലും പുറത്ത് നോക്കുമ്പോ ടാങ്കായിട്ട് തോന്നുന്നു. നമ്മള് ചില സമയത്ത് പമ്പിലേക്ക് കയറി ചെല്ലുമ്പോ ചേച്ചിമാര് നിൽക്കുവാണെങ്കിൽ ടാങ്ക് കാണുന്നത് ഇപ്പൊ വലത്തെ സൈഡ് കാണും. മോനെ എങ്ങോട്ട് കൊണ്ടോ ഇങ്ങോട്ട് കൊണ്ടോ, ഈ സൈഡിൽ അല്ലേ അതല്ല ഇപ്പൊ അങ്ങനെ പറയണം. കാരണം അവർക്ക് ഇതൊന്നും അറിയില്ല. അപ്പൊ നമ്മളും ഈ സ്റ്റാലിന്റെ ആർമിക്കാർ കൊണ്ടുപോകുമ്പോ നമുക്കൊന്നും അറിയില്ല. പിന്നീടാണുള്ളതൊക്കെ മനസ്സിലായി. അങ്ങനെ എന്നിട്ട് പിന്നെ ലെഫ്റ്റ് സൈഡിലെ ടാങ്കി മാറ്റി നിർത്തിയിട്ട് പിന്നെ അടിക്കുക ചെയ്തത്. അത് ആ ബെൽറ്റ് 1-2 ബെൽറ്റുകൾ ഡീസൽ, പിന്നെ ടൂൾസ് അല്ലേ കുറച്ചൊക്കെ തുടച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോഴേ എവനെ കൊണ്ട് വർക്ക്ഷോപ്പിൽ വിട്ടു. അപ്പം പണിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വിട്ടോ, ബാക്കി ഞങ്ങൾ നോക്കാം. മറ്റേ സ്കൂളിൽ പിള്ളേരെ വിടണമല്ലേ, എന്നാന്ന് വെച്ചാൽ നോക്കിട്ട് പൊക്കോളെ. അവന് വണ്ടി കയറ്റിയിട്ട് ഇനി കുറച്ച് ബുഷും ഇതൊക്കെ മാറാൻ. നമ്മുടെ വണ്ടി പെട്ടെന്ന് തീർക്കണം. അതാ അവിടെ താമസിച്ചാൽ ഇവിടെ താമസിക്കും കേട്ടോ. സെറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോഴേ ഇനി കുറെ ദിവസം നമ്മുടെ സ്റ്റാലിയൻ ബാബ്സ് കസ്റ്റം ബിൽറ്റ്. ഇനി അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കി പരിപാടികളിലേക്ക്. അതെ. അപ്പോൾ അത് എല്ലാവരും കറക്കമൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കാരവനുമായിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ 2 ദിവസമായിട്ട് ഇവരുടെ കൂടെ കറങ്ങാനൊന്നും പോയില്ല. റെസ്റ്റ് എടുക്കാൻ വേണ്ടി റെസ്റ്റ് തന്നാ. അതെ റെസ്റ്റായിരുന്നു. അതെ, ഞാൻ 2 ദിവസമായിട്ട് റെസ്റ്റൊന്നും അല്ലായിരുന്നു. 2 പേരെ ഞാനിവിടെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ച് ദിവസമായിട്ട്. അപ്പം ഇതെൻ്റെ മുത്തശ്ശിയും ഇത് മുത്തശ്ശനുമാണ്. അപ്പോൾ ഇതേ ഒരാൾക്ക് 94 വയസ്സും ഒരാൾക്ക് 97 വയസ്സുമായി. അപ്പം ഞാൻ ഈ യാത്രയൊക്കെ തുടങ്ങിയപ്പോൾ ഇവരെ അങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ലായിരുന്നു. അപ്പോൾ അതിന് മുമ്പൊക്കെ എൻ്റെ അടുത്ത് ഇവിടെ കുറേ ദിവസമൊക്കെ വന്ന് നിൽക്കുമായിരുന്നു 2 പേരും. ഇവിടെ വന്ന് ഞങ്ങളിടയ്ക്ക് ക്ഷേത്രങ്ങളിലൊക്കെ ദർശനമൊക്കെ നടത്തും അല്ലേ. അപ്പോൾ ഈ പ്രാവശ്യമാണ് ഞാൻ വന്നിട്ട് ക്ഷേത്രങ്ങളിലൊക്കെ പോകാമെന്ന് പറഞ്ഞപ്പോൾ 2 പേർക്ക് ക്ഷീണമാണ്, നടക്കാൻ വയ്യെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ പ്രാവശ്യം ഒരിടത്തും പോയില്ല, ഇവിടെ തന്നെ ഇരിക്കുമായിരുന്നു. ഇത് കേശവൻകുട്ടി, ഇത് തങ്കമ്മക്കുട്ടി. 2 കുട്ടികളാട്ടോ. ദാമക്കുട്ടിക്കാണ് കളിക്കാൻ ആളായി. ഇന്നലെ എല്ലാം അമ്മച്ചിയുടെ ഭയങ്കര കളിയായിരുന്നു 2 ദിവസമായിട്ട്. ബലൂൺ പറത്തി കളിക്കൽ എന്തൊക്കെയായിരുന്നു. 2 പേരും പോകാൻ ധൃതി വെച്ച് നിൽക്കുക. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോയാൽ പോരെ? മതി. അമ്മച്ചി ഓക്കെയാണ്. എങ്ങനെയാ ചാ? ഹലോ. ഇപ്പൊ പറഞ്ഞു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. പറയാം ഇന്ന് വീട്ടിൽ ചെല്ലണമെന്ന്. ചാച്ചനാരെ സമ്മതം അല്ലേ? വിടാതിരിക്കാണ്. അമ്മച്ചി പറയുന്നത് ഇളയ മോനെ അവിടെ നോക്കിയിരിക്കുക. ചാച്ചനാണേ പറയുന്നത് എൻ്റെ ചിട്ടയെല്ലാം അവനെ അറിയാവുന്നേ. അതുകൊണ്ട് അവിടെ ചെന്നാലേ ശരിയാവത്തുള്ളൂ. ഉണ്ടോ? എല്ലാ മക്കളുടെ അടുത്ത് പോകും, കുറച്ച് ദിവസമൊക്കെ നിൽക്കും. എന്നാലും സ്ഥിരമായിട്ട് നിൽക്കണ ഇളയ മോൻ്റെ അടുത്ത് മാത്രം ചെന്നാലേ നിൽക്കത്തുള്ളൂ.
അതെ, അവിടെ ആയിരുന്നല്ലേ എപ്പോഴും, അതുകൊണ്ട് അവിടെ ദേഷ്യമില്ല, ഏ ദേഷ്യമില്ല. ആ ഇളയാൾക്ക് ദേഷ്യമില്ല കേട്ടോ, നോട്ട് ദ പോയിന്റ്. ചാച്ചനെ 82 83 പ്രാവശ്യം ശബരിമലയ്ക്ക് പോയിട്ടുണ്ട്. അതിൽ 1 2 പ്രാവശ്യമേ വണ്ടിയെ പോയിട്ടുള്ളൂ, ബാക്കി എല്ലാ പ്രാവശ്യവും വനത്തിൽ കൂടെ നടന്നാണ് പോയേക്കുന്നത് അല്ലേ. ആ അതുപോലെ ഞാൻ പണ്ട് ചാച്ചൻ്റെയും അമ്മച്ചിയുടെയും കൂടെ ശബരിമലയ്ക്ക് നടന്നു പോയത്. അപ്പോൾ അന്ന് ഈ അമ്മച്ചി തന്ന് വെച്ച ഒരു ഉപ്പുമാവുണ്ട്, അതിൻ്റെ ടേസ്റ്റ് ഇപ്പോഴും ഉണ്ട്. എരുമേലിയിൽ നിന്നല്ലല്ലോ നമ്മുടെ നടന്നു പോകുന്നത്, കോരത്തോട്ടിൽ നിന്നല്ലായിരുന്നോ? എരുമേലിയിൽ നിന്ന് കോരത്തോട്ടി വന്നിട്ടാണ് നടന്നു പോയേ. ആ ഞാൻ എന്നാൽ ശരിക്കും ഓർക്കുന്നില്ല എന്നിട്ടാ. എരുമേലിയിൽ നിന്ന് നടന്ന് കോരത്തോട്ടി വന്നിട്ട് അല്ലേ, അവിടുന്ന് പിന്നെ നടന്ന് വനത്തിൽ കൂടെ പോയി. ആ അപ്പോഴൊക്കെ പളനി വരെ നടന്നു. ആ അതെങ്ങനെയാണെന്നോ, അത് ഞാൻ പറയാം. ശബരിമലയ്ക്ക് പോയ കാര്യമില്ല ചാച്ചന് പറയുന്നത്. ചാച്ചൻ പളനിക്കും നടന്നു പോയിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ എരുമേലി അമ്പലത്തിൽ വന്നിട്ട് അവിടുന്ന് നടന്ന് പളനിക്ക് പോയിട്ടുണ്ട്. ചെരുപ്പൊന്നും ഇടാതെ കേട്ടോ, കാല് പൊട്ടിപ്പോയി, കാലൊക്കെ പൊട്ടി. ചെരുപ്പിട്ട് പോകാൻ നല്ല ആരോ പറഞ്ഞു, ശരിയാണ്. കുറച്ച് നടന്ന് കഴിഞ്ഞപ്പോഴേയും ഈ കാലെ കുറിച്ച് ഓരോ എടുത്തു നോക്കിയപ്പോൾ ഈ 2 കാലിൻ്റെ അകം പൊട്ടി. അവിടുന്ന് തുണിയൊക്കെ ചെയ്ത് പിന്നെ നടന്നു. പള്ളി തീരുമാനം നടന്നു. അവിടെ 2 പേരിച്ചോണ്ട് അവിടുന്ന് പോയതാ വണ്ടിക്ക. ആ പോകാൻ തമിഴ്നാട്ടിൽ ഒരു മാസം വരെ കറങ്ങി. 1 മാസമോ? മഴ എല്ലാം മധുര മീനാക്ഷിയുടെ അടുത്തൊക്കെ പോയി. അങ്ങനെ വേറൊരു ക്ഷേത്രമുണ്ട്, ഒരു പാറച്ചടിയിൽ വലിയ പാറയാണ്, അതിനകത്ത് ചാച്ചൻ ഒത്തിരി കഥകളൊക്കെ അറിയാം. ഞാനടുത്തിരുന്ന് ഇങ്ങനെ ഓരോന്ന് ചോദിക്കുമായിരുന്നു നേരത്തെ തൊട്ടെ. ഒരുപാട് കഥകൾ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു കാര്യമുണ്ട്, ദേഷ്യം വരുന്നത് പറ്റാൻ ശ്രമിക്കാറില്ല. ദേഷ്യം നല്ല വിശ്വാസം. ദേഷ്യം വരുന്നത് നല്ലതല്ല. ചാച്ചൻ അങ്ങനെ ദേഷ്യമൊന്നുമില്ല. കാശ് മേടിച്ചിട്ട് തരത്താനെ കാണും ദേഷ്യം വരികയത്. കാശ് തന്നിട്ട് കൊടുത്തിട്ടേ തരാനാണ് ദേഷ്യം വരികയത്. ദേഷ്യപ്പെട്ട കാശാവോ? ഇല്ല, മേടിക്കാൻ ശ്രമിച്ചോളൂ. അതെ, അത് ഉപേക്ഷിക്കാൻ ശ്രമിച്ചോളൂ. അദ്ദേഹം കാശും കൊടുത്താണ് ശത്രു പോകും. നമ്മൾ കാശും പോവും, ശത്രുതയും കിട്ടും. ശത്രു ഉണ്ടായാലും പക്ഷേ ചുമ്മാ ധനമായിട്ടുള്ള ഒരുപാട് ശത്രു ഉണ്ടാവുള്ളൂ. അതൊക്കെയാണ് ഓരോരോ പാഠങ്ങൾ. അതെ, ഇളയ മോന് ദേഷ്യമില്ലെന്നല്ലേ ചാച്ചൻ പറഞ്ഞു. അപ്പോൾ ബാക്കി മക്കൾക്കൊക്കെ ദേഷ്യമുണ്ടോ? ഇതിന് ബാക്കിയൊക്കെ അനുസരണയില്ല. അമ്മച്ചി, ചാച്ചൻ പറഞ്ഞ കേട്ടോ, ബിനോയ്ക്ക് മാത്രം ദേഷ്യമില്ല. അങ്ങനെയാണോ? എല്ലാവർക്കും ദേഷ്യമുണ്ടോ മക്കൾക്കൊക്കെ? എല്ലാവർക്കും ദേഷ്യമൊന്നുമില്ല. ചാച്ചൻ മറന്നു പോയതെന്നാ, ഒരാൾക്ക് മാത്രമുള്ളൊരു ശകലെന്ന് വെച്ചാൽ അതൊക്കെ എല്ലാവർക്കും ഉള്ളതാ. അത്രേ ഉള്ളൂ. ദേഷ്യമില്ലാത്ത ആരാ ഉള്ളതല്ലേ? ചാച്ചന് പക്ഷേ ദേഷ്യമൊന്നുമില്ല കേട്ടോ. ചാച്ചൻ ആരോടും ദേഷ്യപ്പെടുത്തില്ല. മക്കളും കൊച്ചുമക്കളും അവരുടെ മക്കളും ഒക്കെ ആയിട്ട് ഇപ്പോൾ 5 തലമുറയായി. അപ്പം ഇന്ന് വന്നിട്ടിപ്പോൾ കുറച്ച് ദിവസമായി. ഇപ്പം ഇന്ന് പോകാനിരിക്കുക. കുറച്ച് ദിവസം അവിടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ട് സമ്മതിക്കുന്നില്ല. പണ്ടൊക്കെ വന്നാൽ 2 ആഴ്ചയൊക്കെ നിൽക്കുമായിരുന്നു. ഇപ്പം അത് ഒരാഴ്ചയായി. ഞാൻ ചോദിച്ചു, അപ്പം എന്നോട് പറഞ്ഞു എപ്പോൾ വേണേലും വരാലോ. അപ്പോൾ ഇന്നിനി ചാച്ചനും അമ്മച്ചിയും തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ മുത്തും അച്ഛമ്മയും കൂടെ ഇന്ന് കൊണ്ടുവിടാനായിട്ട് പോകുന്നത്. ഞാൻ പോയി കൊണ്ടുവന്നു അല്ലേ. അപ്പോൾ എന്നാൽ പിന്നെ ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.